ഹലോ കൂട്ടുകാരെ, നമസ്കാരം. മിക്സീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കറി എന്ന് പറയുന്നത് ഒരു മിക്സഡ് വെജ് ആണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നോൺ വെജ് ടച്ചില് ഒരു കറി, അത് ഡ്രൈ ആയിട്ടാണ്. അപ്പൊ ഒന്ന് നോക്കിയിട്ട് വന്നാലോ. മിക്സഡ് വെജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. കോളിഫ്ലവറൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞ് കഴുകിയതിന് ശേഷം അത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അതിനൊരു മഞ്ഞ കളർ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഞാനൊരു ചട്ടിയിലേക്ക് ഇടുന്നുണ്ട്. അത് ഒരു അല്പം വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ, ക്യാപ്സിക്കം ഇതൊക്കെ ചേർക്കാം കേട്ടോ. ക്യാബേജ് നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതിടാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അല്പം ഉപ്പിടുന്നുണ്ട്. കല്ലുപ്പാണ്, പൊടിയുപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരല്പം മഞ്ഞൾപ്പൊടി. ഇനി ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് വരെ വെള്ളം ഒഴിക്കാം. അത് ഒഴിച്ചിട്ട് സിമ്മിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. വെള്ളം വറ്റി അത് കരിഞ്ഞു പിടിക്കാൻ പാടില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ഈ വെജിറ്റബിള് നമ്മൾ കുക്കറിലിട്ട് വേവിക്കരുത്, അത് വെന്ത് ഉടഞ്ഞു പോകും. ഇങ്ങനെ തന്നെ വേവിക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, പെട്ടെന്ന് വേവുന്നതല്ലേ. ഞാൻ കടായിൽ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല, കരിഞ്ഞു പിടിച്ചിട്ടില്ല. അടിയിൽ ഒരല്പം വെള്ളമുണ്ട്, ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോഴേക്കും അതിലേക്ക് പെരിഞ്ജീരകമാണ് ഇടുന്നത്. ഇതിൽ കടുകും ഒന്നും ഇടുന്നില്ല. പെരിഞ്ജീരകം പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ സവാളയും, ഇഞ്ചി ഇല്ല കേട്ടോ. വെളുത്തുള്ളിയും സവാളയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഒരല്പം അധികം എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും എടുക്കുക. സവാള ഞാനൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. സവാള അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഇത്രയും മതി. ഇതിലേക്ക് ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ അത്രയും തന്നെ മല്ലിപ്പൊടി. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തക്കാളി ചേർക്കണം. തക്കാളി അധികമൊന്നും വേണ്ട, ഒരു ചെറിയ തക്കാളി മാത്രം മതി. അല്ലാന്നുണ്ടെങ്കിൽ വലിയ തക്കാളിയാണെങ്കിൽ പകുതി, അത്രയും മതി കേട്ടോ. ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം, നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് അതിലേക്ക് ചേർക്കാം കേട്ടോ. നമ്മൾ വെജിറ്റബിൾസിന് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഈ കൂട്ടിലേക്ക് ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ അതിലേക്കുള്ള ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് നേരം അടച്ചു വെച്ച് കഴിയുമ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് സ്മാഷായി കിട്ടും. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, അതിലൊരു അല്പം വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളത്തോട് കൂടി തന്നെ ഇടുക. ആ വെള്ളം അതിൽ കിടന്ന് വലിയും ചെയ്യും. വെജിറ്റബിൾസിലേക്കൊക്കെ മസാല പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആ വെള്ളത്തോട് കൂടി തന്നെ ഇടാൻ പറയുന്നത്. അധികം വെള്ളമൊന്നുമില്ല, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി അഥവാ നമ്മൾ വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ വെള്ളം കൂടി പോയിരുന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളം വറ്റി കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ഒരല്പം ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഗരം മസാലയും കൂടി ചേർക്കാം. നമ്മൾ പെരിഞ്ജീരകം ചേർത്തത് കൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവും. പിന്നെ മല്ലിയിലയോ പുതിനയിലയോ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. എൻ്റെ കയ്യിലില്ല, ഞാൻ ചേർക്കുന്നില്ല. ഈ ഒരു കറിയിൽ മല്ലിയില ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഗരം മസാലയുടെ ആവശ്യം വരില്ല കേട്ടോ. അതിൻ്റെ സ്മെല്ല് തന്നെ ധാരാളമാണ്. ഈ ഒരു കൂട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആവും, കാരണം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.